എന്തൊക്കെ പറഞ്ഞു ശരി, എന്തൊക്കെ പറഞ്ഞാലും ടോട്ടൽ എത്ര ഹിറ്റ്? ടോട്ടൽ അങ്ങനെ പൈസ ഉണ്ടാക്കി എത്ര പടങ്ങൾ? ഈ സംശയം എന്താണെന്നല്ലേ എനിക്ക് ഈ സംശയമുണ്ട്. കാരണം വെച്ചാ 10 മില്യൺ ആൾക്കാർ ഇത് കാണുന്നു, 10 ലക്ഷം, 100 രൂപ വെച്ച് കണ്ടു. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ഇന്റർവ്യൂ കൊടുക്കുന്ന. ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ? അതായത് ശ്രീനി ഏട്ടന്റെ മകനായതുകൊണ്ട് മാത്രം ഇയാൾ എന്തെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരിക്കലുമല്ല. നിങ്ങളുടെ ഉള്ളിലെ ബിസിനസ്മാൻ, നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിരാക്ഷസൻ ഒരിക്കലും ഞാനിപ്പോ കമന്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഒരിക്കലും ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ശ്രീനിവാസന്റെ മോനായതുകൊണ്ട് വരൂ, നിങ്ങൾക്ക് ഞാനൊരു സിനിമ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വരില്ലല്ലോ. എന്റെ അച്ഛൻ ഇന്നേ വരെ എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്നെങ്കിലും ശ്രീനിയേട്ടൻ ഏതെങ്കിലും, അപ്പം പല നടന്മാരും അവരുടെ മകനെ ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ശ്രീനിയേട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ധ്യാനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിജയേട്ടൻ എനിക്കറിയാവുന്ന ശ്രീനിയേട്ടൻ ഇതുവരെ ആരും വിളിച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു ശ്രീനിയേട്ടനോട്, അതായത് അച്ഛാ ഇന്ന ഡയറക്ടറിന്റെ പടത്തിൽ വിളിക്കില്ല എന്ന് അറിയുമ്പോൾ എന്നാലും ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല. ഞങ്ങൾ അങ്ങനെ, ഞാൻ ഇതുവരെ പുള്ളിയുടെ അടുത്ത് ഒരു കാര്യത്തിന് ഇന്നേ വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ചേട്ടനോട് പറയണമെന്ന് പറഞ്ഞു? ഇല്ല. ചേട്ടനോട് ഞാൻ ഇന്ന് തിര പോലും ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടില്ല. ഇല്ല. കാരണം പിന്നെ എന്തിനാണ് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി? എനിക്ക് സിനിമയിൽ വരണം എന്നോ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നോ ആഗ്രഹിച്ച് ഇവരെ പോലെ ഇവർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? അല്ല, നിങ്ങൾക്ക് സത്യത്തിൽ എന്ത് ചെയ്യാം? ഇത് ജനങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം. ചോദിച്ചു. ഇദ്ദേഹത്തിന് അറിയാം, പുള്ളി സിനിമയിൽ ആഗ്രഹിച്ചു വന്ന രമേശ് ചേട്ടന് ഇതേപോലെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ സിനിമ ആഗ്രഹിച്ചു. അല്ല, ഞാൻ ചോദിക്കണേ, സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയും, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിരുന്നു? എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? സമാധാനത്തിൽ ഇരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഈ സൗകര്യം എനിക്ക് പ്രൊവൈഡഡ് ആയിരുന്നു ഫുൾ ടൈം. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഡാനോട് ഉള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് അങ്ങനെ പല തമാശ പറയും. പക്ഷെ എനിക്കറിയാവുന്ന ധ്യാൻ ഇസ് എ ബ്രില്യന്റ് ആക്ടർ. അതായത് നിങ്ങൾക്കുള്ള ഹ്യൂമർ സെൻസ് ഇന്നുള്ള പല ന്യൂ ജനറേഷൻസിന് ആക്ടേഴ്സിനും ഇല്ലെന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. കാരണം അടികപ്പിയാരെ കൂട്ടമണിയിൽ ഞാനത് കണ്ടതാണ്. അപ്പൊ അത് നിങ്ങളുടെ ലേസിനെസ് ആണോ ആ പ്രശ്നം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആളല്ലേ 4 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സിനിമ ചെയ്ത ഇന്ത്യൻ സിനിമ ചെയ്ത ആള് ഞാനായിരിക്കും എണ്ണം നോക്കുമ്പോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ലേസി ആവുന്നത്?